ഗൈസ്, അപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള പരിപാടിയാണ് ഗൈസ്. വളരെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോകണം ഗൈസ്. ഇതാണ് ഗൈസ് കൈതച്ചക്ക. ഇത് നമുക്ക് മുളക് ഉപ്പ് ഇട്ട് തിന്നാം. ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ ഇത്രയും വലിയ റിസ്ക് ആയിട്ടുള്ള പരിപാടിയൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ച് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ കൈതച്ചക്ക. ഒരു ചെറുതുമുണ്ട്, ഒരു വലുതുമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇത് കഴുകി ഇപ്പൊ നമ്മൾ അമ്മ ചെത്തി തന്നെ എന്നെ കാണിക്കൂ. സോറി ഗൈസ്, അമ്മ ചെത്തി തന്നതാ ഇത്. എന്നിട്ട് ഇത് ഇനി നമുക്ക് കഴുകണം. കഴുകിയിട്ട് അരിയണം, പീസ് ആക്കണം. പീസ് ആക്കിയിട്ട് മുളക് പൊടി ഉപ്പും ചേർത്ത് നമുക്ക് തിന്നാം. നമ്മളപ്പം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നമ്മുടെ എന്നാലും നമ്മൾ പിടിക്കുമ്പോ ഒക്കെ നമ്മുടെ കയ്യിലഴുക്കൊക്കെ വരും. ഇത് കഴുകി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇനി അത് അരിയണം. അരി ഞാൻ പറഞ്ഞു തരാം. അറിയത്തില്ലെങ്കിൽ പഠിപ്പിച്ചു തരാം. ഇവിടെ വെക്കുക, നടുക്കൂടെ അല്ല, സൈഡിൽ കൂടെ. ഇവിടെ കട്ടി കണക്കൊന്ന് പഠിപ്പിക്കുക. ഇനി ആ കൂമ്പില്ലാതെ ആ സൈഡിൽ മൊത്തം ചെത്തിയെടുക്കണം. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഒരെണ്ണം കട്ട് ചെയ്ത്, പക്ഷെ വലിയ തിരിപ്പുണ്ടില്ല. അത് കുഴപ്പമില്ല, അത് മാറ്റി വെച്ചു. അത് ഇച്ചിരി കേടുണ്ടായിരുന്നു. കട്ട് ചെയ്യും, അത് കുഴപ്പമില്ല. നമുക്ക് ഉപ്പ് മുളകൊക്കെ ഇട്ട് തിന്നാനല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് പീസ് അരിഞ്ഞാലും കുഴപ്പമില്ല. ഇനി അത് ചെറിയ ചെറിയ പീസാക്കണം. പീസ് ചെറിയ പീസാക്ക്. ആ പ്ലേറ്റ് പൊട്ടിക്കൂ. വലിയ കുക്കറി ഷോയാണ്. ഇതൊക്കെ പിന്നെ വലിയ പണിയാണ്ട്. നമുക്ക് ചെറിയ പീസ് ആക്കണം. മിതമായ നിരക്കിൽ അരിഞ്ഞ് പൊട്ടിച്ച് കൊടുക്കപ്പെടുന്നു. ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് കാണുന്നവർക്കൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാ. കമന്റ് എടുത്തില്ല. കാണും, പക്ഷെ ലൈക്കും ചെയ്തില്ല, കമന്റും ചെയ്തില്ല. കാണാൻ ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്തില്ല. ഇത് പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ തിന്നാനുള്ളത് വായിലോട്ട് തന്നാൻ പോലെ. അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഉപ്പും മുളക് ഇടണം. ഞാൻ കൊണ്ടുവന്നായിരുന്നല്ലോ. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങള് ഈ കൂഞ്ഞ്, ഇതാണ് കൂഞ്ഞല്ലേ, ഇതാണ് കൂഞ്ഞ്. ഇത് സെൻട്രിൽ വരുന്ന സാധനമാണ്. ഇതിങ്ങനെ കടിച്ചു തിന്നണം. പക്ഷെ ഇങ്ങനെ കടിച്ചു തിന്ന വാ പൊട്ടും കേട്ടോ, സൈഡിലൊക്കെ ഇല്ലേ. ഈ കൂഞ്ഞ് ഇങ്ങനെ കടിച്ചു തിന്നാല് സൈഡിൽ വാ പൊട്ടും ഗൈസ്. അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ തിന്നുമ്പോ നല്ല രുചിയാണ്. ഗൈസ്, അപ്പം ഒരു ജീവന്റെ സൗണ്ടാണ് ഭയങ്കര. ഗൈസ്, അപ്പം നമ്മള് ഉപ്പും മുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടിയാലും ഇനിയും മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാണ് ഗൈസ്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ശമ്പളമൊന്നുമില്ല.
മറ്റേ ഈർക്കിന് വേണമായിരുന്നു. ജോലിക്കാരി എന്താ തിന്നില്ല ജോലിക്കാരും ബാധിക്കപ്പെട്ടു. ഗൈസ്. അപ്പൊ ഇനി നമുക്കത് കഴിച്ചു നോക്കാം ഗൈസ്. ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാ ഗൈസ്. അപ്പൊ ഇനി നമുക്കത് കഴിച്ചു നോക്കാം. ഫസ്റ്റ് നീ കഴിച്ചു നോക്ക്. ഞാൻ തന്നെ നീ തന്നെ ഉണ്ടാക്കി നീ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഉപ്പുണ്ട്. ഉപ്പുണ്ടത് ഉപ്പുണ്ട്. കൊള്ളാമോ? നമുക്ക് ആദ്യം തിന്നുണ്ടാവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം എന്നാ ഇത് തിന്നാവുന്നെ. ഗൈസ്. അപ്പം സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അത് തിന്നു. അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുണ്ട്. അടിപൊളിയാണ് ഈ സാധനത്തിനൊക്കെ. കൈതച്ചക്കകത്തൊക്കെ മുളക് ഉപ്പും മാങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനത്തിനൊക്കെ ഇട്ട് പിന്നെ അടിപൊളിയാണ്. ഇത് നല്ല മധുരമുള്ള നല്ലതായിട്ട് പഴുത്ത സാധനമാണിത്. അതുകൊണ്ടാ വെള്ളം ഇറങ്ങുന്നത്. ഇന്ന് രാവിലെ പോയപ്പോ മേടിച്ചോ. മതി നിർത്തിയോ. മെയിൻ കുക്കറി ഷോ നടത്തുന്ന ആള് കഴിച്ചു നോക്കിട്ട് പറയാനൊന്നും ഇല്ല. എന്തുവായാലും അത് മാത്രം ചെയ്യുമ്പോ എന്ത് ഒന്നും പറയൂ. ഇവിടെ കയ്യിലെ കുറച്ച് അഴുക്കുമല്ലോ അതി കാണും. ഇന്ന് കൊള്ളാം അടിപൊളിയാന്ന് പറഞ്ഞാൽ അമ്മയുടെ മുദ്ര. അമ്മയുടെ മുദ്ര. മതി മതി. ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോകുന്നു. വീട് ബൈ. ബൈ.